കുറച്ച് ദിവസത്തേക്ക് എല്ലാ തിരക്കിൽ നിന്നും മാറി സമാധാനത്തിലിരിക്കാനായിരുന്നു ഈ ഒരു യാത്ര. ഇത് കുറച്ച് നാൾ മുന്നേ പോയൊരു സ്റ്റേക്കേഷനായിരുന്നു. പക്ഷേ ആ ഒരു യാത്രയും അവിടുത്തെ 2-3 ദിവസത്തെ സ്റ്റേയും അതെനിക്ക് ഒരുപാട് സമാധാനം തന്നിട്ടുണ്ട്. ഈ ഒരു സെയിം എയർബിഎൻബി അപ്പാർട്ട്മെൻറ്റ് നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് ബുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. സിറ്റി ലൈഫിലെ തിരക്കുകളും ബഹളങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അതിനകത്തുണ്ടായിരുന്നു. രാവിലെ തിരക്കൊന്നുമില്ലാതെ സമാധാനത്തിൽ ഉറക്കണീറ്റ് ഒന്ന് ഫ്രഷായിട്ട് കിച്ചണിൽ കയറി ഒരു ചായ ഉണ്ടാക്കുക, അതും എടുത്ത് ബാൽക്കണിയിൽ പോയിരുന്ന് സിപ്പ് ചെയ്തുകൊണ്ട് പുറത്തെ കാഴ്ചകൾ കാണാം. ഇത് ഇന്നലെ കിടക്കുന്നതിന് മുന്നേ തന്നെ വിചാരിച്ച കാര്യമായിരുന്നു. സ്ലോ ലൈഫ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതൊക്കെയും എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇനി ഇതും എടുത്തുകൊണ്ട് ബാൽക്കണിയിൽ പോയിരുന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഞാൻ എണീറ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിത്തു എണീറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തിരുന്ന് ചായ കുടിക്കാൻ കൂട്ടിനൊരാളും കൂടിയായി. ഇതൊക്കെയായിരുന്നു പുറത്തുള്ള രാവിലത്തെ കാഴ്ചകൾ. ഈ ഒരു ചായ കുടി കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് ഉറക്കണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ തന്നെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാന്നുള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു വന്നത്. ഇതിനകത്ത് തന്നെ നല്ല കിച്ചൺ സൗകര്യങ്ങളുള്ളതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയപ്പോൾ നമ്മൾ തീരുമാനിച്ചതാണ് ഇപ്രാവശ്യം വരുമ്പം കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്നുള്ളത്. ഉച്ചക്കേക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടി തകർത്ത് നടക്കുന്നുണ്ട്. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമാശ പറച്ചിലും കളിയാക്കലുകളും ഒക്കെ നടക്കുന്നുണ്ട്. എനിക്ക് ചെറിയ വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സൈഡിൽ കൂടി ബ്രെഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ബിരിയാണി പെട്ടെന്ന് തന്നെ റെഡിയായി. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കിയത് ഭയങ്കര രസമായിരുന്നു. ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഉണ്ടാക്കിയതൊക്കെ ചൂടോടെ എടുത്ത് കഴിക്കുക, അത് കഴിഞ്ഞ് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പ്ലാൻസും ഇല്ല ഇന്ന് വൈകുന്നേരം വരെ. അങ്ങനെ വൈകുന്നേരം ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സ്കെച്ച് ചെയ്യാമെന്ന് തോന്നി. ഞാൻ ഇന്നലെ ബീച്ച് സൈഡിലേക്ക് പോയപ്പം അവിടുന്ന് നല്ല തിളങ്ങുന്ന ഒരു കല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് എന്തെങ്കിലും പെയിൻറ് ചെയ്ത് നോക്കണം എന്നുള്ളതായിരുന്നു അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ വരച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു കല്ല് നോക്കിയിട്ട് എടുക്കായിരുന്നു എന്നുള്ളത്. വൃത്തിയായിട്ട് ഇതിൽ വരക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കളർ കൂടി ചെയ്ത് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തോ അതും വർക്കാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ടാണ് ചെയ്ത് നോക്കിയത്. അത് വർക്കാവുന്നില്ല എന്ന് കണ്ടപ്പം വാട്ടർ കളർ യൂസ് ചെയ്തിട്ടും പരീക്ഷണം നടത്തി നോക്കി. പക്ഷെ എന്തോ അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തായാലും ചെയ്തു തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിർത്തിയത്. സൺസെറ്റ് ആവുന്നതിന് മുന്നേ ഒന്ന് ബീച്ചിൻ്റെ സൈഡ് വരെ വെറുതെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഇറങ്ങി. ഇതാണ് അവിടുത്തെ പ്രൈവറ്റ് ബീച്ചും ചുറ്റുമുള്ള സ്ഥലങ്ങളും.
അങ്ങനെ ഏകദേശം ഇരുട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഇനി അടുത്തതായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. നീന്താനൊന്നും അറിയില്ലെങ്കിലും സ്വിം സൂട്ടൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ തണുത്ത് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. ഇതാണ് ഇവിടുത്തെ രാത്രിയിലെ വ്യൂ. ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ സ്പാറിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അങ്ങനെ കഴിക്കാനായിട്ട് കോൺ ഐസ്ക്രീമും കുടിക്കാനായിട്ട് ഫ്രീസിൻ്റെ ഡ്രിങ്കും വാങ്ങി. എനിക്കിഷ്ടായി. നൈറ്റ് ലൈഫൊന്നും ഇല്ലാത്ത ഉൾപ്രദേശമായതുകൊണ്ട് വേറെ പുറത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഈ രാത്രിയിൽ. ഡേ ടൈമിൽ ഉറങ്ങിയതുകൊണ്ട് പെട്ടെന്നൊന്നും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മൂവി കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് എപ്പോഴോ ഉറങ്ങിപ്പോയി. ഇത് നമ്മളവിടെ പോയതിൻ്റെ 3-ാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ്. ഇന്നുകൂടി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മാക്സിമം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. രാവിലെ ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാക്കി കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബാൽക്കണി ഏരിയ തന്നെയാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നമ്മൾ ഇന്നലെ പോയ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയാണ് ആ താഴെ കാണുന്നത്. ദൂരെയായിട്ട് നല്ല ഭംഗിയിലുള്ള മലകളും കാണാം. കുറച്ചു നേരം കഥ പറഞ്ഞ് അങ്ങനെ നിന്നു. പിന്നീട് എൻ്റെ സ്കെച്ച് ബുക്കും കളേഴ്സൊക്കെ ആയിട്ട് എന്തൊക്കെയോ കുത്തിക്കുറിച്ച് അവിടെ കുറേ നേരം ഇരുന്നു. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ മെല്ലെ പുറത്തോട്ടിറങ്ങി. ഇന്നൊരു പ്ലാൻ ഉണ്ട്. വന്നപ്പോഴേ നോട്ടിട്ട് വെച്ചതായിരുന്നു ഈ ഒരു ബഗ്ഗി റൈഡ്. അത് യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ അതിൻ്റെ ആൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ആക്സിലേറ്ററിലും ബ്രേക്കിലുമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സംഭവം ഈസിയാണ്. ഇത് വലിയൊരു കോമ്പൗണ്ട് ആയതുകൊണ്ട് മൊത്തത്തിൽ നടന്ന് കാണാമെന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതുപോലെ ബഗ്ഗി എടുത്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവത്തിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാണുന്നതൊക്കെയാണ് ഇതിന് ചുറ്റുമുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അതൊക്കെയും കാണാനായിട്ട്. ഒരു സൈഡിൽ ഫുള്ളി മലകളാണെങ്കിൽ മറ്റേ സൈഡിൽ ബീച്ച് ഏരിയ ആണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 1 ഹവറിൻ്റെ അടുത്ത് ഇത് യൂസ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മാറി മാറി ഡ്രൈവ് ചെയ്യാം എന്നായിരുന്നു കയറുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് മാറി മാറി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വണ്ടി എടുക്കാൻ ഇപ്പോഴും പേടിയാണ്. അതിന് ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. ഞാനൊരു 10th ഒക്കെ കഴിയുമ്പോഴേ അച്ഛൻ ഡ്രൈവിങ്ങൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അച്ഛൻ ഒരുമിച്ച് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അനിയത്തിയും ഒരു സ്ഥലത്ത് പോയി വരുന്ന സമയത്ത് നമ്മുടെ കാറ് വലിയൊരു ആക്സിഡൻ്റായി. ഒരു ബസ്സിനെ ഇടിച്ചതായിരുന്നു. ഞാൻ ഹോസ്റ്റലിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ ലൊക്കേഷനിലെത്തിയ പോലീസുകാരാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. എൻ്റെ നമ്പറാണ് അതിൽ ഡയൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, സീരിയസ് ആണെന്ന് തന്നെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റില്ല. എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു ആ സമയത്ത്. ഞാൻ സത്യത്തിൽ നല്ലപോലെ പേടിച്ചു ആ സമയത്ത്.
പിന്നീട് അമ്മാവനെന്തോ വന്നിട്ടാണ് എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ അമ്മയ്ക്കും അനിയത്തിക്കും ഭയങ്കര സീരിയസ് ആയിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട്. അവർ ബോധമൊന്നും ഇല്ലാണ്ട് കുറേ നാൾ ICUലായിരുന്നു. അച്ഛനെന്തോ ഭാഗ്യത്തിന് സീറ്റ് ബെൽറ്റ് ഒരു 10 മിനിറ്റ് മുന്നേ അനിയത്തി നിർബന്ധിച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഇടിയിപ്പിച്ചത് കൊണ്ട് മാത്രം അച്ഛന് ഒന്നും പറ്റാണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അപ്പോൾ അത് വലിയൊരു ഷോക്കായിരുന്നു എനിക്ക്. അതിന് ശേഷം ഞാൻ വണ്ടി എടുക്കാറില്ല, ഞാൻ പഠിക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇതിപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊന്ന് ശ്രമിച്ചത്. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട്, ഇതിന് പിന്നെ ആക്സിലേറ്ററും ബ്രേക്കും മാത്രം വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പേടി മാറ്റണം എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ എടുത്തു തുടങ്ങിയതാണ്. എടുക്കുമ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. എന്നിട്ട് പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ 4 നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട ദിവസമാണ്. നമ്മളത് രാവിലെ തന്നെ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. തിരിച്ചു പോകുന്ന വഴികളാണിതൊക്കെ. ഭയങ്കര രസമാണ് കാണാൻ. ആ ഒരു മലകളും ഇതുപോലെ കടലും എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പം അത് ഒരു പ്രത്യേക രസമാണ്. നമ്മളങ്ങനെ ഉച്ച സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ മസ്കറ്റിലേക്ക് എത്തി. മസ്കറ്റാണ് അത്യാവശ്യം വലിയൊരു ടൗണായിട്ട്, ഒരു സിറ്റി ഏരിയ ആയിട്ട് വരുന്നത് മസ്കറ്റാണ് അവിടെ. അതായത് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ആ റൂട്ടിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളിവിടെ സംസം മന്തിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ മന്തി എന്ന് പറഞ്ഞെങ്കിൽ ഒരു രക്ഷയില്ല. മന്തിക്ക് മുന്നേ കിട്ടുന്ന ആ ഒരു സൂപ്പ്, അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിവിടെ മന്തി കഴിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് സംസം മന്തി തന്നെ ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മന്തി. അങ്ങനെ നല്ലപോലെ ആസ്വദിച്ച് ആ മന്തിയൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലാസ്റ്റ് ഒരു ചായ കിട്ടും അവിടുത്തെ. അത് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ വീണ്ടും കുറേ നേരം ഡ്രൈവ് ചെയ്തു. നമ്മൾ ഏകദേശം അവിടെ എത്തുമ്പോൾ രാത്രിയാവും. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. കാപ്പി തീർക്കല്ലാട്ടാ. ഒന്ന് വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് കോഫി സിപ്പ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അതിനാണ് ആ കുരിപ്പ് എന്നെ ചീത്ത പറഞ്ഞത്. അങ്ങനെ നല്ല സൺസെറ്റ് കണ്ടപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് നേരം അങ്ങനെ അവിടെ വർത്താനം പറഞ്ഞ് കൈയും കാലൊക്കെ നിവർത്തി ഒന്ന് സെറ്റായിട്ട് വീണ്ടും നമ്മൾ അവിടുന്ന് ജേണി കണ്ടിന്യൂ ചെയ്തു. രാത്രി കുറേ ലേറ്റായിട്ടാണ് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയത്. യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. കൂടെ കൂടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.